ഡേ 1 തന്നെ ഒരു അടി പൊട്ടിയിട്ടുണ്ട്. അതും ഒരു തലവേദനയുടെ കേസിലാണ് കേട്ടോ അടി. അതിലേക്ക് ഞാൻ വരാം. ബിഗ് ബോസ് 7ൻ്റെ പണി കൊടുത്തിട്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ സീസൺ തുടങ്ങിയിട്ടുള്ളത്. ആദ്യം തന്നെ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടൊരു ടാസ്ക് നടത്തി. അതിൽ നമുക്ക് ഇഷ്ടമില്ലാത്തവരെ സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ ബിഗ് ബോസ് വീട്ടിൽ നന്നായി പെർഫോം ചെയ്യുന്നില്ല എന്ന് തോന്നുന്നവരെ നോമിനേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അവരുടേതായ ആൾക്കാരെ നോമിനേറ്റ് ചെയ്തു. കൂടുതൽ നോമിനേഷൻ വന്നത് നമ്മൾ കോമണറായ അനീഷിനാണ്. അവിടെയാണ് നമ്മുടെ ട്വിസ്റ്റ് വന്നത്. ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്ന ആളാണ് ബിഗ് ബോസ് ക്യാപ്റ്റൻ ആക്കിയത്. അത് ബിഗ് ബോസിൻ്റെ ഒരു അടിപൊളി ബുദ്ധിയായിട്ട് തന്നെ തോന്നി. കാരണം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരാളെ ക്യാപ്റ്റൻ ആക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു ക്യാപ്റ്റൻ ആക്കുകയാണെങ്കിൽ അടി പൊട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. എന്തായാലും ബിഗ് ബോസിൻ്റെ ഉദ്ദേശം പോലെ തന്നെ ക്യാപ്റ്റനാക്കിയ ആർക്കും തന്നെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് അടി പൊട്ടിയിട്ടുമുണ്ട്. അതും അടി പൊട്ടിയ റീസൺ എന്നൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് കോമഡി ആവാം. സ്റ്റൗവ് കത്തിക്കുന്നതിൻ്റെ പേരിലൊരടി, പിന്നെ തലവേദനയുടെ പേരിലൊരടി. അതിനൊക്കെ ശേഷം നമുക്ക് ഈ നോമിനേഷൻ ഉണ്ടായിരുന്നു. ഈ ആഴ്ചയിൽ ആരൊക്കെ ഔട്ടാക്കുന്നുള്ളൊരു നോമിനേഷൻ. അതിലെ നോമിനേഷനിൽ ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്തു. അതിലെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു നോമിനേഷനായിരുന്നു നമ്മൾ ഷാനവാസിൻ്റെ. കാരണം പുള്ളിക്കാരൻ നോമിനേറ്റ് ചെയ്തത് വസ്ത്രധാരണയെ പറ്റിയിട്ടാണ്. നമ്മളുടെ ഗിസേലിൻ്റെ ഡ്രസ്സ് ശരിയല്ല എന്ന പേരിലാണ് നോമിനേറ്റ് ചെയ്തത്. അത് ഭയങ്കര വൃത്തികെട്ടൊരു നോമിനേഷനായി തോന്നി. ഇനി നമുക്ക് അടിയുടെ കാര്യത്തിലോട്ട് വരാം. ഒരു തലവേദനയുടെ കാര്യത്തിൽ രേണു നമ്മളെ ക്യാപ്റ്റനായ അനീഷിനോട് പറഞ്ഞു തലവേദന എന്നിട്ട് കിടക്കുമായിരുന്നു. ഈ കിടന്ന് ഉറങ്ങുന്നത് കണ്ടിട്ട് നമ്മൾ അക്ബറും ടീമിനും അങ്ങടെ ഇളക്കി. കാരണം ഷാനവാസിനും തലവേദന എന്ന് പറഞ്ഞിരുന്നു. ഷാനവാസിനെ കിടക്കാനായിട്ട് ക്യാപ്റ്റൻ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ ഒരു തല്ലുണ്ടായി. അതവിടെ ഒന്ന് ഒതുങ്ങിയപ്പോഴാണ് കുറച്ച് കഴിഞ്ഞിട്ട് രേണു തലവേദന ഒന്നുമില്ലാതെ നടക്കുന്നത് കാണുന്നത്. അപ്പം നമ്മുടെ ടീംസിന് പിന്നെ ഇളകി. അതൊരു വലിയ കലാപമായി. അങ്ങനെ ഡോക്ടറെ വിളിക്കണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു തലവേദന ഒരു വലിയ വിഷയമാക്കി മാറ്റിയ നമ്മളെ ഫസ്റ്റത്തെ തല്ല് എന്ന് പറയുന്നത് ഒരു വലിയ തലവേദനയുടെ പേരിലായിട്ടായിരുന്നു. അങ്ങനെ തല്ലൊക്കെ കഴിഞ്ഞ് ഒന്ന് ഒതുങ്ങി ചായ കുടിച്ചപ്പോൾ രേണുവിൻ്റെ തലവേദന കുറഞ്ഞു എന്നാണ് രേണു പറയുന്നത്. അതുകൊണ്ട് രേണുവിൻ്റെ ഒരു മാസ് ഡയലോഗ് ഉണ്ട്. രേണു എന്ന ഫ്ലവർ അല്ലടാ, ഫയറാടാ, താഴത്തിലടാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പുഷ്പയുടെ കുറേ മാസ് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് നിഗമനത്തിൽ നന്നായി ഗെയിം കളിക്കുന്ന എനിക്ക് തോന്നിയത് ഒന്ന് അക്ബർ നന്നായിട്ട് ഗെയിം കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ വേറെ എനിക്കതിൽ കുറച്ചും കൂടി ബോൾഡായിട്ട് പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയോടെ സംസാരിക്കാനായിട്ട് എനിക്ക് തോന്നിയത് ഒനാലോ. എനിക്ക് ആളെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. ഒരു ഷെഫായിട്ട് വന്നിട്ടുള്ള പുള്ളിക്കാരനുണ്ടല്ലോ. പുള്ളിക്കാരൻ നല്ല വ്യക്തതയോടെ കൂടി സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എപ്പിസോഡ് 1 ഇതൊക്കെയാണ് ഉണ്ടായത്. ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തു, അതുപോലെ നോമിനേഷൻസ് കൊടുത്തു. നോമിനേഷനിൽ വന്നത് 8 പേരാണ്. ശൈത്യ, മുൻഷി രഞ്ജിത്ത്, അനുമോൾ, ശാരിക, രേണു, ആര്യൻ, ഗിസേൽ ആൻഡ് നെവിൻ. ഇതിലേറ്റവും കൂടുതൽ ശൈത്യയ്ക്കാണ് കിട്ടിയത്. അതിനൊരു റീസണും ഉണ്ടായിരുന്നു. എന്തോ മേക്കപ്പ് പ്രൊഡക്ട്സ് ബിഗ് ബോസിൻ്റെ അനുവാദമില്ലാതെ എല്ലാ ലേഡീസും അവിടെ യൂസ് ചെയ്തു. ഈ പറയുന്ന പുള്ളിക്കാരിയും യൂസ് ചെയ്തു. പക്ഷെ പുള്ളിക്കാരി ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എന്നിട്ടും ഇവർ യൂസ് ചെയ്തു എന്നൊക്കെ പറയുന്നു. പക്ഷെ പുള്ളിക്കാരിയും യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതൊരു വാലിഡ് പോയിൻ്റ് അല്ലാത്ത പോലെ എല്ലാവർക്കും തോന്നി. അതുകൊണ്ടാണ് മെയിൻ റീസൺ പുള്ളിക്കാരിനെ എല്ലാവരും നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ബിഗ് ബോസിൽ ഇതൊക്കെയാണ് സംഭവിച്ചത്. ഇനി ഇന്നത്തെ എപ്പിസോഡ് എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം.